ദുഃഖമുണ്ടാക്കുന്ന വാർത്തകളാണ് ഒരു നിമിഷവും വരുന്നത്. നേപ്പാൾ മിന്നൽ പ്രളയവുമായി ബന്ധപ്പെട്ടാണ് മരണം 359 എത്തിയിരിക്കുന്നു. നേപ്പാളിലെ വെള്ളപ്പൊക്കത്തിൽ നിരവധി മലയാളികളും കുടുങ്ങിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള 36 അംഗ വിനോദസഞ്ചാര സംഘം സുരക്ഷിതരാണെന്നാണ് മനസ്സിലാക്കുന്നത്. മരുന്നുകളടക്കം 10 ടൺ രക്ഷാസാമഗ്രികൾ ഇന്ത്യ നേപ്പാളിലേക്ക് അയച്ചു. നദിയിലുണ്ടായ വെള്ളപ്പൊക്കം കാരണം നിരവധി വാഹനങ്ങൾ കാഠ്മണ്ഡുവിൽ നിന്നും പൊഖ്രാനിലേക്ക് പോകുന്ന വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. അതിൽ ഇന്ത്യയിലെ കേരളത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകളും ഏകദേശം 1.5 മണിക്കൂറുമായി ഇവിടെ കിടക്കുകയാണ്. ഈ റസ്വ ജില്ലയിലുണ്ടായ ഈ ആക്സിഡന്റിൽ ഈ വെള്ളപ്പൊക്കത്തിൽ കുറേ വാഹനങ്ങൾ ഒഴിച്ചു പോയിട്ടുണ്ട്, കുറേ വീടുകൾ ഒഴിച്ചു പോയിട്ടുണ്ട്. എത്രയാണ് കാഷ്വാലിറ്റി എത്രയാണെന്നുള്ള കാര്യം ഇതുവരെ അധികൃതർ തിട്ടപ്പെടുത്തിയിട്ടില്ല. ജനങ്ങൾ പറയുന്നത് കുറേ വാഹനങ്ങൾ പോയിട്ടുണ്ട്, കുറേ ആൾക്കാർ മരണപ്പെട്ടുണ്ടാകാം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ റോഡ് ഏകദേശം 2 മണിക്കൂറോളായി റോഡ് ബ്ലോക്കായി കിടക്കുകയാണ്. എപ്പോഴാണ് ഇവിടുന്ന് റിലീസാകാൻ പറ്റും എന്നുള്ള കാര്യം വ്യക്തതയില്ല. നേപ്പാൾ പോലീസ് അവരുടെ എക്സ് പേജിൽ പങ്കുവച്ച ഭീതിജനകമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഈ കാണുന്നത്. മനു പെടുത്തുണ്ട് വിശദാംശങ്ങളുമായി. മനു, ഓരോ നിമിഷവും ഈ മരണസംഖ്യ കൂടുന്ന സാഹചര്യം, അത് ഭീതി ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണോ? പ്രത്യേകിച്ച് മലയാളികളുടെ കണക്കുകൾ, ഇന്ത്യക്കാരുടെ കണക്കുകൾ ഉൾപ്പെടെ കുറച്ചധികം ഭയപ്പെടുത്തുന്നതാണോ കാര്യങ്ങൾ? അവർ സുരക്ഷിതരാണോ? ഇപ്പോൾ ഈ കൊച്ചിയിലുള്ള 36 അംഗ സംഘം സുരക്ഷിതരാണെന്ന് മനസ്സിലാക്കുമ്പോൾ ബാക്കി ആളുകളുടെ സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുന്ന സാഹചര്യം, സ്ഥിതി എങ്ങനെയാണ് നീങ്ങുന്നത്? ഹരി, കേരളത്തിൽ നിന്ന് പോയവർ ഏറെക്കുറെ സുരക്ഷിതരാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ചില സംഘങ്ങളുമായൊക്കെ ആശയവിനിമയം നടത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും അവരെല്ലാം സുരക്ഷിതരാണ് എന്നത് ഒരല്പം ആശ്വാസം നൽകുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള മാനസരോവർ യാത്രാ സംഘത്തിലെ ആളുകളും ചില പ്രശ്നങ്ങളൊക്കെ നേരിട്ടെങ്കിലും അവരും സുരക്ഷിതരാണ് എന്ന വിവരം ലഭിക്കുന്നു. പക്ഷേ മരണസംഖ്യ കുത്തനെ ഉയരുന്നത് വലിയ ആശങ്കയ്ക്ക് ഇട നൽകുന്നു. 350 കടന്ന് 359 എത്തുന്നു. 1600-ഓളം ആളുകളെ കാണാനില്ല. നേപ്പാളിലും അതുപോലെ ഈ ചൈനീസ് നിയന്ത്രണത്തിലുള്ള ടിബറ്റിൻ്റെ മേഖലകളിലും ആളുകളെ കാണാനില്ല. ചൈനീസ് നിയന്ത്രണ മേഖല, ഈ ടിബറ്റ് മേഖലകളിൽ 500-ലധികം ആളുകളെ കാണാനില്ല. നേപ്പാളിൽ 1200-ഓളം ആളുകളെ കാണാനില്ല. അങ്ങനെ 1800-ഓളം ആളുകൾ മിസ്സിംഗ് ആണ് എന്ന വിവരങ്ങൾ ആണ് പുറത്തു വരുന്നത്. നേപ്പാളിലെ ഈ ബഡേകോശി നദി അതിൻ്റെ വെള്ളം കരകവിഞ്ഞൊഴുകുന്നു. അവിടെ വലിയ തോതിലുള്ള നാശനഷ്ടം, ആളപായത്തിനോടൊപ്പം നാശനഷ്ടവും ഉണ്ടായി എന്നതാണ് ഈ രക്ഷാപ്രവർത്തനത്തെയൊക്കെ, ദൗത്യസംഘത്തിനെയൊക്കെ ഒരു ശ്രമകരമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഏറെ ശ്രമകരമായി മാറുകയാണ്. മണ്ണും ചെളിയും ഒലിച്ചിറങ്ങുന്നത് പലയിടങ്ങളിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഏതായാലും ഇത്തരമൊരു ഘട്ടത്തിൽ വിവിധ രാജ്യങ്ങൾ വലിയ പിന്തുണ നേപ്പാളിന് നൽകുമ്പോൾ അതിൽ മുൻപന്തിയിൽ ഇന്ത്യ തന്നെ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ 2ാമത്തെ വിമാനവും അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഹരി സൂചിപ്പിച്ച പോലെ 10 ടൺ ആണ് പോയതെങ്കിൽ 2ാം ഘട്ടത്തിൽ പോയിട്ടുള്ളത് 37 ടൺ സാമഗ്രികളാണ്. അതായത് പുതപ്പ്, മരുന്ന്, അവശ്യ സാധനങ്ങൾ, അതുപോലെ പെട്ടെന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ടെൻറ്റുകൾ, അങ്ങനെ ഒരു ദുരന്തമുണ്ടായാൽ എന്തൊക്കെ അടിയന്തരമായി ആവശ്യമാണോ അത്തരം ആവശ്യങ്ങളെല്ലാം ഇന്ത്യൻ എയർഫോഴ്സ് വിമാനം അങ്ങോട്ടേക്ക് എത്തിക്കുന്നു എന്നതാണ് അതിലൊരു പ്രധാന കാര്യം. അമേരിക്ക അതുപോലെ മറ്റ് പല രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒപ്പം WHO, റെഡ് ക്രിസൻറ്റ് തുടങ്ങിയ എല്ലാ സന്നദ്ധ സംഘടനകളും ഒക്കെ ഈ സേവന പ്രവർത്തനങ്ങളുമായി വന്നിട്ടുണ്ട്. വേൾഡ് ബാങ്ക്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എല്ലാവരും പിന്തുണ നേപ്പാളിനെ അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വളരെ ദുർഘടമായ ഒരു സാഹചര്യത്തിലൂടെ നേപ്പാൾ കടന്നു പോകുന്നു. ഇന്ത്യയിലും വലിയ തോതിൽ ഗൗരവത്തോടെ ഇത് നിരീക്ഷിക്കുന്നു. നമ്മളുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറിൻ്റെ നേതൃത്വത്തിൽ നമ്മളിന്ന് അവലോകന യോഗം ചേർന്നു, സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാളിലെ ഭരണകർത്താക്കളുമായി നിരന്തരം സംവദിക്കുന്നുണ്ട്, ആവശ്യമായ എല്ലാ പിന്തുണകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒപ്പം അവിടെ കുടുങ്ങി കിടക്കുന്ന ഇന്ത്യക്കാരുടെ വിവരങ്ങൾ ഇന്ത്യൻ
കേന്ദ്രങ്ങളിൽ നിന്ന് അന്വേഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ നേപ്പാളിലെ പ്രശ്നം നമ്മുടെ ബീഹാറിനെയും അതുപോലെ ഉത്തർപ്രദേശിലുമൊക്കെ ജലനിരപ്പ് ഉയരുന്നതിന് വഴിവെക്കും എന്ന് അവർ മുൻകൂട്ടി കണ്ടുകൊണ്ട് ദുരന്ത നിവാരണ സേനയുടെ വലിയ സംഘത്തെ അവിടെയെല്ലാം വിന്യസിച്ചിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യത്തിനെയും നേരിടാൻ ഇന്ത്യ ഒരുങ്ങി നിൽക്കുന്നു. അമിത്ഷാ ഈ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി നേരിട്ട് കാര്യങ്ങൾ സംവദിച്ച് നിരീക്ഷണം നടത്തുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അപ്പോൾ ഇന്ത്യ ഈ നേപ്പാളിലുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഇന്ത്യയിലെ എത്തുന്ന നദികൾ, പ്രത്യേകിച്ച് ഈ തൃശ്ശൂലി നദിയൊക്കെ ഇന്ത്യയിലെത്തി നാരായണിയുമായൊക്കെ ചേരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ജലനിരപ്പ് ഉയരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ ഗാൻടക് നദിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിക്കുന്നതിന്, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ ജനങ്ങളെ ബാധിക്കാതിരിക്കുന്നതിനായുള്ള റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യ നടത്തുകയും ചെയ്യുകയാണ്. ഏതായാലും നേപ്പാൾ ഒരു വലിയ ദുഃഖം ആയി നമുക്ക് അവശേഷിക്കുകയാണ്. ഇനിയും മരണസംഖ്യ ഉയരുമോ എന്ന ആശങ്ക വലിയ തോതിൽ പടരുകയാണ്. നേപ്പാളീസ് പ്രധാനമന്ത്രി തന്നെ ബലൻഷ തന്നെ നേരിട്ട് പല കേന്ദ്രങ്ങളിലെത്തി രക്ഷാപ്രവർത്തനങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് രക്ഷിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുമ്പോഴും മരണസംഖ്യ ഉയരുമോ എന്ന ആശങ്ക വലിയ തോതിൽ പടരുകയാണ്. ഹരി, ആശങ്ക ഉയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഇന്ത്യ രണ്ടാം ഘട്ടത്തിലും മരുന്നുകൾ കയറ്റി വച്ചിരിക്കുന്ന സാഹചര്യം, അതിൽ പുതുപ്പുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ആവശ്യമായ ഘടകങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിലും കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ, അതിൽ മലയാളികൾ സുരക്ഷിതരാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ നിലവിൽ നീങ്ങുന്നത്. മനു ഭരത്താണ് ഏറ്റവും ഒടുവിലത്തെ വിശദാംശങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. നേപ്പാളിൽ 288 ഇന്ത്യക്കാരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതിൽ തൃശ്ശൂലി പവർ പ്രോജക്റ്റിൽ ജോലി ചെയ്യുന്നവർ, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒന്നിലധികം ഗ്രൂപ്പുകൾ, കേരളത്തിൽ നിന്നുള്ള ഒരു സംഘം, വ്യത്യസ്ത ടൂർ ഓപ്പറേറ്റർമാർ വഴി യാത്ര ചെയ്ത ഇന്ത്യക്കാർ എന്നിവരും ഉൾപ്പെടുന്നു. ചൈനീസ് നിയന്ത്രിത പ്രദേശത്ത് 150 ഇന്ത്യൻ പൗരന്മാരെ കാണാതായിട്ടുണ്ട്. അതേസമയം 200 ഇന്ത്യൻ ജനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതിനാൽ സഹായം തേടി ഇവർ സുരക്ഷിതരാണ്. 95 പേർ ഡാർഷനിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. So the first group of 73 people who are working on Trishuli 1 power project, then 2 separate groups of 37 and 49 nationals from Tamil Nadu, Indian nationals from Tamil Nadu, who travelled for Kailash Mansarovar Yatra through Samrat and Fly Everest Travels. These are 2 separate travel agents. There are a group of 32 nationals Indian nationals from West Bengal who travelled with the help of Samrat Travels in Timure, which is in Rasuwa district where this particular disaster has happened. Then a group of 61 Indian nationals from different states who travelled through Richa Tours, and then a group of 33 Indian nationals from Kerala. So these are 5 major groups who comprise by and large the 288 people that we are talking about. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തെ തുടർന്ന് വിവിധ ഹെൽപ്പ് ലൈനുകളിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 53 കേരളീയരെ കണ്ടെത്താൻ കഴിഞ്ഞതായി നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേഷ് മാധവൻ അറിയിച്ചു. അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി സംസ്ഥാന സർക്കാർ വിവിധ തലങ്ങളിൽ ഏകോപിതമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. കാഞ്ഞങ്ങാട് നിന്ന് യാത്ര ചെയ്ത 36 പേരടങ്ങുന്ന സംഘവും കോട്ടയത്ത് നിന്നുള്ള 16 പേരുടെ സംഘത്തിനും പ്രശ്നങ്ങളില്ലെന്നും അദ്ദേഹം അറിയിച്ചു. നേപ്പാളിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ശക്തമായ പിന്തുണയാണ് ഇന്ത്യ നൽകുന്നത്. 37.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേന C-17 നേപ്പാളിൽ എത്തി. നേരത്തെ IFC 130 ജെ ഹെർക്കുലീസ് വിമാനം നേപ്പാളിലേക്ക് മരുന്നുകളും ജനറേറ്ററുകളും ഉൾപ്പെടെ ഏകദേശം 10 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ചിരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും സഹായത്തോടെ ഇന്ത്യൻ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നാണ് വിമാനങ്ങൾ യാത്ര തിരിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.